നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. കനത്ത സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയത്. അതിസുരക്ഷാ ജയിലിൽ നിന്നും പുറത്ത് ചാടിയ ഒരു പ്രതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഗോവിന്ദചാമിയെ അത്രയും സുരക്ഷിതമായിട്ട് തന്നെ അത്രയും സുരക്ഷ ഇനിയും ചാടാതിരിക്കാൻ വേണ്ടി നൽകേണ്ടിയിരിക്കുന്നു. എന്തായാലും ശക്തമായ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പിടികൂടിയത്. എന്തായാലും ഗോവിന്ദചാമിയെ പാർപ്പിക്കാൻ വിയ്യൂർ ജയിലിൽ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏകാന്ത സെല്ലിൽ പാർപ്പിക്കും. സഹതടവുകാരൻ ഉണ്ടാകില്ല. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയ്യൂരിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലിന്റെ ഉയരം. ഫാനും കട്ടിലും CCTV ക്യാമറകളും ഉണ്ട്. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണം കഴിക്കാൻ സെല്ലിന് പുറത്തേക്ക് ഇറക്കില്ല. സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം. 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് വിയ്യൂരിൽ മതിൽ പണിതിരിക്കുന്നത്. എന്തായാലും ഇത്രയും കടുപ്പിച്ചാണ് ഇനി ഗോവിന്ദചാമി ആയിരിക്കുക. ഗോവിന്ദചാമി പുറത്തേക്ക് ചാടിയത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊരു കാരണമായിട്ട് പറയുന്നത് തനിക്ക് പരോള് കിട്ടിയിട്ടില്ല, അതിൽ അമർഷം തനിക്കുണ്ട് എന്നാണ്. എന്തായാലും ഇപ്പോൾ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പുതിയ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥരെ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തു. സെൻട്രൽ ജയിലിനകത്ത് ഇലക്ട്രിക് ഫെൻസിങ്ങും CCTVകളും പ്രവർത്തനക്ഷമമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണ്. എന്തായാലും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തള്ളിയിടാനും പീഡിപ്പിക്കാനും ഒക്കെ ഒറ്റക്കായി മാത്രമുള്ള ഈ വ്യക്തിക്ക് സാധിച്ചു. അത് ഒരു വശത്ത് നിൽക്കവേ തന്നെ ഈ ജയിൽ ചാട്ടം ഒറ്റക്കൈ കൊണ്ട് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10B ബ്ലോക്കിൽ നിന്നും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും തകർത്ത് ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമി എങ്ങനെ ചാടി? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ആകെ വിയർത്തിരിക്കുകയാണ് ജയിൽ അധികൃതർ. 2 കൈയുള്ളവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, ദുരൂഹതകൾ ഒക്കെ ശക്തമാവുന്നുണ്ട്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, പുറത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങളും ആരോപണങ്ങളും ശക്തമാകുന്നുണ്ട്. പക്ഷെ തനിക്ക് സഹായമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഗോവിന്ദചാമി പറയുന്നത്. ജയിൽ അധികൃതരുടെ വീഴ്ച ഇതിൽ നിന്നൊക്കെ വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട്. ജയിൽ അധികൃതർ പ്രത്യേകിച്ച് ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങൾ, നേരിടേണ്ട ചില ചോദ്യങ്ങളാണ്. രാത്രിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ജയിൽ അധികൃതർ അന്തേവാസികളെ പരിശോധിക്കാറുണ്ട്. ആ പരിശോധന നടത്തിയോ എന്നത് ഒരു ചോദ്യമാണ്. പരിശോധന നടത്തിയെങ്കിൽ ഗോവിന്ദചാമി ജയിലിൽ ഉണ്ടോ എന്ന കാര്യം ഉറപ്പിച്ചോ? ഗോവിന്ദചാമിക്ക് ഹാക്സോ ബ്ലേഡ് കിട്ടിയത് എങ്ങനെയാണ്? ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയത് എന്ന് ഗോവിന്ദചാമി മൊഴി നൽകുന്നു. ആഴ്ചകളോളം എടുത്ത് കമ്പി മുറിച്ചു എന്നും പറയുന്നു. അപ്പോൾ അതിന്റെ ശബ്ദമൊന്നും ജയിൽ അധികൃതരോ സഹതടവുകാരനോ ആരും കേട്ടില്ലേ? അതൊരു ചോദ്യം തന്നെയാണ്. കമ്പി മുറിച്ചത് അറിയാതിരിക്കാൻ ഈ ഭാഗത്ത് തുണി വെച്ച് കെട്ടിയിരുന്നു എന്ന് ഗോവിന്ദചാമി പറയുന്നു. 6 കമ്പികൾ മുറിച്ചു എന്ന് പറയുന്നു. നിസാരമായി കമ്പികൾ മുറിച്ചു മാറ്റാൻ ഗോവിന്ദചാമിക്ക് എങ്ങനെ സാധിച്ചു? നിർണായകമായ ചോദ്യം തന്നെയാണ്. രാവിലെ 6 മണിയോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. പോലീസിൽ വിവരം എത്തുന്നത് 7 മണിയോടെ. അപ്പോൾ എന്തുകൊണ്ട് അത് അറിയാൻ വൈകി? അതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ സുരക്ഷ മാത്രമേ ഈ കൊടും കുറ്റവാളികളൊക്കെ കഴിയുന്ന ഈ ജയിലിലെ തടവുകാർക്ക് നൽകുന്നുള്ളൂ? അവർ പുറത്ത് ചാടി മറ്റൊരു പാതകം അല്ലെങ്കിൽ മറ്റൊരു തെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള വീഴ്ചകൾ വരുത്താൻ എങ്ങനെ അത് സാധിക്കുന്നു? അല്ലെങ്കിൽ ആ വീഴ്ചകളിലേക്ക് നയിക്കപ്പെടുന്നത് എങ്ങനെ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ശക്തമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു വലിയൊരു ഗുരുതരമായ വീഴ്ചയാണ് ഈ തടവുകാർക്ക് താടി നീട്ടി വളർത്താൻ അനുമതി. അതെങ്ങനെ കൊടുത്തു എന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഇന്ന ഇടവേളകളിൽ താടിയും മുടിയൊക്കെ വെട്ടി ഒതുക്കണമെന്നുണ്ട്. പക്ഷേ ഗോവിന്ദചാമി താടിയും മുടിയും ഒക്കെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ അയാൾ അങ്ങനെ താടിയും മുടി വെട്ടാറില്ലേ? അതിനെങ്ങനെ ഇളവ് ഗോവിന്ദചാമിക്ക് മാത്രം കിട്ടി? അങ്ങനെ ചോദ്യം ഉയരുന്നുണ്ട്. രാത്രി 1 മണിയോടെ സെല്ലിൽ നിന്ന് ഗോവിന്ദചാമി ഇറങ്ങുന്നു. 4 മണിയോടെ മതിൽ ചാടുന്നു. ഇത്രയും സമയം ജയിലിനുള്ളിൽ തന്നെ തങ്ങിയിട്ടും ജയിൽ ജീവനക്കാർ ആരും അറിഞ്ഞില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ശക്തമാവുന്നുണ്ട്. 20 അടിയോളം പൊക്കമുണ്ട് ജയിലിന്റെ മതിലിന്. എങ്ങനെയാണ് ഈ പ്രതി അനായാസമായി ചാടിക്കടന്നത്? കറുത്ത പാൻറ്, വെളുത്ത ഷർട്ട്. തടവുകാർക്കൊരു യൂണിഫോം ഉണ്ട്. പക്ഷേ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഒക്കെ എവിടെ നിന്ന് കിട്ടി ഗോവിന്ദചാമിക്ക് എന്ന ചോദ്യവും നിലവിൽ ശക്തമാവുന്നുണ്ട്.
തനിക്ക് പരോളില്ല, നല്ല ഭക്ഷണമില്ല, ജയിൽ ജീവിതം താൻ മടുത്തു എന്നൊക്കെയാണ് ജയിൽ ചാട്ടത്തിൻ്റെ കാരണങ്ങളായിട്ട് ഗോവിന്ദചാമി പറയുന്നത്. 3 തവണ ജയിൽ ചാടാൻ ശ്രമിച്ചു, 15 വർഷമായി താൻ ജയിലിൽ കിടക്കുന്നു, ബലാത്സംഗം മാത്രമാണ് ചെയ്തത്, 1 തവണ പോലും തനിക്ക് പരോള് കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള പരാതികളും പരിഭവങ്ങളുമാണ് ഗോവിന്ദചാമി പോലീസിന് മുന്നിലേക്ക് വെക്കുന്നത്. എന്തായാലും ഇരുമ്പഴി മുറിക്കാൻ ഉപയോഗിച്ച അരം 3 വർഷം മുമ്പ് ജയിലിലെ മരപ്പണിക്കാരുടെ പക്കൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്നാണ് ഗോവിന്ദചാമി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മോഷ്ടിച്ച ഒരു വസ്തു എങ്ങനെ ആ സെല്ലിനകത്ത് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും വർഷം ആ വ്യക്തിക്ക് മറച്ചു വയ്ക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടിയത് 8 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ്. കനത്ത മഴയുള്ള രാത്രി ജയിൽ ചാട്ടത്തിന് തിരഞ്ഞെടുത്തതിൽ ആസൂത്രണമുണ്ട്. ജയിൽ ചാട്ടം സുഗമമാക്കാൻ തടി കുറയ്ക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. വളരെ പ്ലാനിങ്ങോടെ നടത്തിയ ജയിൽ ചാട്ടം. വാർഡൻ പറയുന്നത് വ്യാഴാഴ്ച രാത്രി സെല്ലിനുള്ളിൽ രാത്രി 1 മണിവരെ ഗോവിന്ദചാമി മൂടി പുതച്ചു കിടന്നുറങ്ങുന്നത് താൻ കണ്ടു എന്നാണ്. ഈ ചുമരിനോട് ചേർന്നാണ് സാധാരണ ഗോവിന്ദചാമി ഉറങ്ങാറുള്ളത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു കിടന്നത്. ഇതിനിടെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ലെന്ന് പരാതി വന്നു. പിന്നാലെയാണ് വാർഡൻ സെല്ലിനടുത്തെത്തി ടോർച്ചടിച്ചു നോക്കിയത്. ഗോവിന്ദചാമി പതിവ് ശൈലിയിൽ പുതച്ചുമൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പുതപ്പ് അങ്ങനെ ഇട്ടിട്ട് പോയതായിരിക്കാം എന്നൊരു സാധ്യത കൂടി നിലവിലുണ്ട്. മുൻപ് പുറത്തു വന്നിരുന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നതിനേക്കാൾ മെലിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി ആയിരിക്കുന്നത്. രൂപമാകെ മാറിയിരിക്കുകയാണ്. പലർക്കും സംശയം ഇത് ഗോവിന്ദചാമി തന്നെയാണോ എന്നാണ്. കാരണം മുൻപ് നമ്മൾ ഗോവിന്ദചാമിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഗോവിന്ദചാമിയുടെ മുഖഷേപ്പ്. താടിയും മുടിയും ഒക്കെ വളർന്ന് ഒരുപാട് മെലിഞ്ഞ് മുഖഷേപ്പേ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗോവിന്ദചാമി തന്നെയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും പകുതിയോളം ഭാരം ഇയാൾ കുറച്ചു, ജയിൽ ചാടാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചു. അങ്ങനെയാണ് ഈ ശരീരപ്രകൃതിയിലേക്ക് ഗോവിന്ദചാമി എത്തിയത്. മനഃപൂർവ്വം ഭക്ഷണം ചുരുക്കി ചില നേരത്ത് കഴിക്കാതിരുന്നു. കമ്പികൾക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് ഈ നീക്കം നടത്തിയത്. ദീർഘനാളായി ചോറ് കഴിച്ചിരുന്നില്ല, പകരം ചപ്പാത്തിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഡോക്ടറിൽ നിന്നുള്ള അനുവാദവും കിട്ടിയിരുന്നു. ഈ തുണി ജയിലിലെ 2 മതിലുകൾ ചാടിക്കടക്കാനായി ജയിലിൽ പലരും ഉണക്കാനിട്ടിരുന്ന താരതമ്യേന നീളം കൂടിയ ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെയാണ് ഇയാൾ ഒപ്പിച്ചത്. ജയിലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഹാക്സോ ബ്ലേഡ് തന്ത്രത്തിൽ കൈക്കലാക്കി അതുപയോഗിച്ച് കമ്പി അറുത്തു. അങ്ങനെ ഒരുപാട് വൻ പദ്ധതികളാണ് ഗോവിന്ദചാമി ജയിൽ ചാട്ടത്തിന് മുന്നോടിയായി നടത്തിയത്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പദ്ധതികളൊക്കെ തരിപ്പണമാക്കി പോലീസ് പിടികൂടാനായത് തന്നെ ആശ്വാസം. CCTV പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനും കൂടി ഉറങ്ങിപ്പോയി. അതും കൂടി ഗോവിന്ദചാമിക്ക് വലിയ എളുപ്പമായി മാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വസ്ത്രം മാറി ഉടുത്തു. ജയിൽ യൂണിഫോമായ വെള്ള വസ്ത്രം മാറ്റിയ ശേഷം റിമാൻഡ് തടവുകാർ ഉപയോഗിക്കുന്ന വസ്ത്രം എടുത്ത് അണിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ വ്യക്തിക്ക് ഒരു കറുത്ത വസ്ത്രം കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിമാൻഡ് തടവുകാർക്ക് ജയിൽ യൂണിഫോം ഇല്ല. ഇത് ധരിച്ചത് കാരണം പുറത്തിറങ്ങിയപ്പോഴും ആളുകൾക്ക് ഗോവിന്ദചാമിയെ തിരിച്ചറിയാനായില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കിലെ D19 സെല്ലിലായിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.